Hello everyone, welcome back to another episode of NISHANA'S recipe notes. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ അവിൽ മിൽക്കിൻ്റെ റെസിപ്പി ആയാലോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണെന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായി ഒരു പാനിലേക്ക് 1 കപ്പ് അവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അവിലൊന്ന് ക്രിസ്പിയായി വരുന്നവരെ നമുക്കിത് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് പഴമാണ്. ഞാനിവിടെ 4 മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. 4 മൈസൂർ പഴം നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഞാനിവിടെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് മാഷ് ചെയ്യുന്നത്. മാഷർ ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് മാഷ് ചെയ്തെടുക്കാം. പഴം നന്നായിട്ട് ഉടഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിലാവണമെന്നൊന്നുമില്ല. ഇത് നമുക്ക് ചെറിയ രീതിയിൽ പഴത്തിൻ്റെ പീസസ് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലുള്ള ഒരു ഗ്ലാസ്സാണ് ഞാനിവിടെ സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം തന്നെ നമ്മുടെ പഴത്തിൻ്റെ മിക്സ് അതൊഴിച്ചു കൊടുക്കാം ഫസ്റ്റ് ലെയറായിട്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അവിൽ അത് ഓരോ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചേർക്കാൻ പോകുന്നത് പീനട്ട്സാണ്. റോസ്റ്റഡ് പീനട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഫ്രൂട്ട്സാണ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആപ്പിളും പോംഗ്രനേറ്റും ഞാലിപ്പൂവൻ പഴവുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രൂട്ട്സിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ബദാമോ കാഷ്യൂ നട്ട്സോ പിസ്താഷ്യോ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്. ഞാനിവിടെ റെഡും ഗ്രീനും കളേഴ്സിലുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ കളേഴ്സിൽ അവൈലബിൾ ആണെങ്കിൽ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അവൽ റോസ്റ്റഡ് അവൽ ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ലെയറായിട്ട് നമുക്ക് ഫ്രൂട്ട്സും നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ലെയറും കൂടെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാല് അതുകൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ഒരു ചെറിയൊക്കെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിലൂടെ ഒന്ന് ഹിറ്റ് ചെയ്തേക്കണേ. അതിനടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് അതിൽ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നമുക്ക് കിട്ടുകയുള്ളൂ. നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.